നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായ കഞ്ഞിവെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിനകത്തോട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടതായിട്ട് പേസ്റ്റാണ്. അപ്പോൾ ഏത് പേസ്റ്റ് വേണേലും നമുക്ക് എടുക്കാം. നമ്മൾ പല്ല് ക്ലീൻ ആക്കാൻ എടുക്കുന്ന ഏത് പേസ്റ്റ് വേണേലും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നമ്പൂതിരിയുടെ ഈ പേസ്റ്റാണ് എടുക്കുന്നത്. ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലവും ക്ലീൻ ആക്കി എടുക്കാം. ഗ്ലാസ് ഇതേപോലെ മങ്ങലുള്ള നമ്മൾ സ്ഥിരം ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് എപ്പോഴും ഇതേപോലെ കളറ് മങ്ങിയിരിക്കും. അപ്പോൾ അത് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ എടുത്തൊന്ന് കഴുകിയാൽ മാത്രം മതി. തേച്ചിടേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. കാരണം പേസ്റ്റും കഞ്ഞിവെള്ളവും കൂടെ ആയതുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നല്ല വെള്ളത്തിനകത്തൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാൻ പറ്റും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്ലാസ്സിന് നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് പാത്രവും നമുക്ക് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. നമുക്ക് ബ്രഷ് ഇട്ട് തേക്കുകയോ സോപ്പിട്ട് തേക്കുകയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കഴുകിയെടുക്കുമ്പോൾ നോക്കിക്കൊള്ളാം, അതിനകത്തുള്ള മഞ്ഞ കറയും പാടും എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. നമ്മൾ ചായരിപ്പയൊക്കെ ചായയുടെയൊക്കെ കറ പോകുന്നതിന് ഇതേപോലെ ഈ വെള്ളത്തിനകത്തോട്ടിട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നമുക്കൊന്ന് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കറയൊക്കെ പോയിട്ട് അരിപ്പയുടെ കളറ് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം ഈ രീതിയിൽ നമുക്ക് എത്ര കറ പിടിച്ച സാധനമാണെങ്കിലും നമുക്കിതിനകത്ത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് പേസ്റ്റും അതേപോലെ കഞ്ഞിവെള്ളവും. അപ്പോൾ നമുക്ക് എന്ത് വേണേലും നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ആക്കാൻ ഇത് മാത്രം മതി. ചാർജറിൻ്റെയൊക്കെ വയർ, ഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതേപോലെ ഉണ്ടോ വയർ ഇതേപോലെ നമുക്ക് കുറച്ച് സ്പോഞ്ചിനകത്ത് പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പേസ്റ്റുകളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷിൻ്റെ പേസ്റ്റ് ഒരു സ്വല്പം ആക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം അതിനകത്ത് കുറച്ച് പേസ്റ്റ് അതിനകത്ത് എടുത്തിട്ടുണ്ട്. അത്രയും മാത്രം മതി. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടോ നമ്മൾ ബ്രഷ് വെച്ച് തേക്കുമ്പം തന്നെ അഴുക്കെല്ലാം കറയെല്ലാം ഇളകിപ്പോവും. അപ്പോൾ എത്ര കറ പിടിച്ച് മഞ്ഞക്കറയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡിഷ് വാഷും അതേപോലെ തന്നെ ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഏത് പേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വാഷ് ബേസിൻ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. കറയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി. കണ്ടോ, വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിങ്കും കൂടെ തേച്ച് കഴുകി കാണിച്ചു തരാം. കണ്ടോ, ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്വല്പം പേസ്റ്റ് ബ്രഷിനകത്താക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്വല്പം പേസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് പേസ്റ്റ് ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ ഒഴിക്കുമ്പോഴത്തേനും അത്രയും മാത്രം മതി. കണ്ടോ, സിങ്കൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമ്മളെ ക്ലോസറ്റിലും ഇതേപോലെ നമുക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ, നമുക്ക് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ബ്രഷ് ഇട്ട് തേച്ചൊരിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല.